മാരേജ്, വിവാഹം. മാരേജ് ഈസ് എ കവനൻറ്റ്. വിവാഹം എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്ന്, ബിബ്ലിക്കൽ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ പറയുന്നത്, ബിബ്ലിക്കലായിട്ട് ബൈബിൾ അടിസ്ഥാനമായിട്ട് രണ്ടുപേരും ഒന്നിച്ച് ചേർന്ന് ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് ഉറപ്പിക്കുന്നതിനാണ് കവനൻ്റ് എന്ന ബൈബിളിൽ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഇവിടെ ബിബ്ലിക്കൽ കവനൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ സാധാരണ കോൺട്രാക്റ്റ് പോലെയല്ല. ഈ ബിബ്ലിക്കൽ കവനൻ്റ് ജീവപര്യന്തം നിലനിൽക്കും. അതിൽ ഒരാൾക്ക് ഈ കവനൻറ്റിൻ്റെ ഉടമ്പടി തെറ്റിച്ചാലും മറ്റേ ആൾക്ക് തെറ്റിക്കുവാൻ അവകാശമില്ല. അങ്ങനെയാണ് ദൈവവും അബ്രഹാമും കൂടെ ഒരു കവനൻ്റ് എൻ്റർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ബിബ്ലിക്കൽ കവനൻസ് എല്ലാം അങ്ങനെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് സന്താനപുഷ്ടിയുള്ളവരായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി തുടങ്ങുമ്പം തന്നെ ഈ വിവാഹത്തെക്കുറിച്ച് പറയുമ്പം നമുക്കെടുക്കാവുന്ന വാക്യം 2 ഉൽപ്പത്തി 2:24. അതിനു മുൻപേ പറയുന്നത് മനുഷ്യൻ്റെ വാരിയിൽ നിന്നാണ് മനുഷ്യന് ഗാർഡുന്ന. ഇതൊക്കെ ബിബ്ലിക്കൽ ട്രൂത്ത്സിൽ നിന്ന് മാറാനൊക്കത്തില്ല. ഇത് ഫണ്ടമെൻ്റൽ ട്രൂത്ത്സിന് ഡീവിയേറ്റ് ചെയ്താൽ എല്ലാം തെറ്റിപ്പോവും. നമുക്ക് തോന്നുന്ന സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി ജീവിക്കാൻ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണല്ലോ. അത് നമ്മൾ കൊച്ചിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാത്തതുകൊണ്ട്. ഇതൊന്നും പഠിപ്പിക്കുന്നില്ല, പഠിപ്പിക്കാൻ അറിഞ്ഞും കൂടെ ആർക്കും. ദൈവം ഈ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ എല്ലാത്തിനെ അടക്കി ഭരിക്കുവാനാണ് ദൈവം നിയോഗിച്ചത്. എന്നാൽ പുരുഷൻ ഏകനായിട്ടിരിക്കുന്ന നല്ലതല്ല എന്ന് ദൈവത്തിന് മനസ്സിലായിട്ട് മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല എന്ന് ദൈവം. കാരണം ഈ മൃഗങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് മനുഷ്യന് തുണയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയലിൽ ഒന്ന് എടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ്റെ അടുക്കൽ, പുരുഷൻ്റെ അടുക്കൽ പുരുഷൻ്റെ തന്നെ വാരിയലിൽ നിന്ന് എടുത്തിട്ട് ഒരു സ്ത്രീയെ ഉണ്ടാക്കിയെടുത്ത് ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന് എത്തും. പുരുഷൻ പറയണം, വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ക്രീച്ചർ. അതായത് ദൈവസൃഷ്ടിയെല്ലാം മനോഹരമാണ്. അതിനകത്ത് അശുദ്ധിയില്ല. അത്ര കപടമില്ലാത്ത ഒരു അന്തരീക്ഷമായതുകൊണ്ട് ആദം അവയെ കാണുന്ന അതിസൗന്ദര്യമുള്ള, ഈ അതിസൗന്ദര്യം എന്ന് ചോദിച്ചാൽ പാപമില്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടല്ലോ. അത് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ളവർ സ്വർഗത്തിൽ ചെന്നിട്ട് ഒരു സ്ത്രീയെ ദൈവത്തോട്, യേശുവിനോട് സംസാരിക്കുന്ന ഒരു ബുക്കിനകത്ത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ യേശു അവരോട് ചോദിക്കും, നിനക്ക് അവ്വായെ കാണാൻ ആഗ്രഹമുണ്ടോയെന്ന്. ഷീ നെവർ എക്സ്പെക്റ്റഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ദൈവം ചോദിച്ചല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അവ്വായെ കാണണമെന്ന് ആഗ്രഹം. ആൻഡ് ഷി വാസ് ടെല്ലിങ് ആൻഡ് ഡിസ്ക്രൈബിങ് ഇൻ ദാറ്റ് ബുക്ക്. ഇവള് ഈ മരിച്ച് കുറച്ച് നേരത്തേക്ക് സ്വർഗത്തിൽ പോയ സ്ത്രീ പറയുമായിരുന്നു, അവളുടെ ആത്മാവിയാവും അവ്വ മുമ്പിൽ വന്ന് നിൽക്കുമ്പം അതി തേജസ്സുള്ള സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കാരണം അന്ന് പാപമില്ല. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെല്ലാം നല്ലതാണ്. അവൾ അതിമനോഹരയാണ്. ഇന്നും അവൾക്ക് അതിമനോഹരത്വം ഉണ്ട്. കാരണം ദൈവം ആദത്തിനെ അവയും ക്രൂശുമരണം കഴിഞ്ഞപ്പോഴത്തേക്ക് കല്ലറ തുറക്കപ്പെട്ട് അവരെല്ലാം പറുദീസയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഈ അവ്വായുടെ സൗന്ദര്യം, ആദത്തിന് സൗന്ദര്യം ഉണ്ടെന്ന് ഓർക്കണേ, അവ്വായുടെ സൗന്ദര്യം നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിലും അതീതമായിട്ടുള്ള സൗന്ദര്യം. അപ്പം അന്നേരം ഈ അവ്വ ഈ സ്ത്രീയോട് പറയുന്നു, അവ്വായ്ക്ക് വലിയ സങ്കടമാണ്. എല്ലാ ലോക ജനതയും അവ്വായെ വെറുക്കുന്നെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അവ്വായെ സ്നേഹിക്കണമേ, അമ്മയെ സ്നേഹിക്കണമേ എന്നുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് അവർക്ക് തോന്നിച്ചെന്നു പറഞ്ഞു. അത് ശരിയായിരിക്കണം. എല്ലാവരും നമ്മളെ വെറുക്കുന്നു എന്നുള്ളൊരു, കാരണം നമുക്കെല്ലാം തോന്നി പാപം ചെയ്തിട്ടല്ലേ, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. പക്ഷേ അവർ വേദനിക്കുന്നുണ്ട്. അവർ പിശാചിന് അടിമയായിട്ട്, നമ്മൾ ഈ അടിമത്വത്തിൽ അല്ലെങ്കിൽ പിശാചിൻ്റെ വഞ്ചനയിൽ വിട്ടിട്ടാണല്ലോ നമ്മളെല്ലാം ചതിച്ചപ്പെടുന്നത്. പക്ഷേ ദൈവം അത് പൊറുക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ പൊറുക്കുന്നില്ല. നമുക്ക് പൊറുക്കാനുള്ള ഹൃദയം ഉണ്ടാകട്ടെ. ലെറ്റ് മീ കം ബാക്ക് ടു ദി മാരേജ് പോർഷൻ. അപ്പോൾ മാരേജ് ഈസ് എ കവനൻ്റ് ആണ്. ഈ ഉടമ്പടിക്കകത്ത് നടുക്ക് ദൈവവും ഭാര്യയും ഭർത്താവും 2 സൈഡിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കവനൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദിസ് ഈസ് ലൈഫ് അൺ ടു ഡെത്ത്. അതായത് ഈ ലിവിങ് ടുഗദർ എസ് എ ഫാമിലി ടു ബ്രിങ് അപ്പ് ചിൽഡ്രൻ. ഒരു സ്ത്രീയും പുരുഷനുമായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അല്ലാതെ പുരുഷനുമല്ല, സ്ത്രീയുമല്ല. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി അബ്സേർഡ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ് ഇൻ ദി ഐ ഓഫ് ഗോഡ്.
സത്യമായിട്ട് പറയണമല്ലോ, ആരെങ്കിലും ഒരാൾ പറയണമല്ലോ. നമ്മൾ വിളിച്ചു പറയുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിൽ, വേദപുസ്തകത്തിൽ ദൈവം എഴുതിയിരിക്കുന്നത് പുരുഷനും സ്ത്രീയും കൂടെ ഒന്നിച്ചാകുമ്പോൾ അവർക്ക് മക്കളുണ്ടാകണം, ലോകത്തിൽ അവർ ഫലഭൂഷ്ടിയുള്ളവരായിട്ട് എല്ലാത്തിനെയും അടക്കി ഭരിക്കുക എന്നാണ് ഉൽപ്പത്തി 1:2 ഉദ്ദേശിക്കുന്നത്. 2:24 വാക്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം സൃഷ്ടിച്ച ആദവും ഹവ്വയും ദൈവം അന്ന് പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുമാറിയിട്ട് പുതിയതായിട്ടൊരു യഹൂദൻ്റെ കസ്റ്റം അനുസരിച്ച് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ ഉടനെ പുരുഷൻ, അതായത് ചെറുക്കൻ കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചൻ, അവൻ തന്നെത്താനെ ഒരു ഭവനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഭാര്യയെ വിവാഹം കഴിച്ചിട്ട് ഭാര്യയെ കൊണ്ടുപോകുന്നത്. ദീസ് ആർ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് വിച്ച് വി നീഡ് ടു ഒബ്സർവ്. അപ്പം ദൈവാത്മാവ് പറയുന്നത്, ഈ കർത്താവ് നടുക്ക് നിന്ന് നടത്തുന്ന വിവാഹത്തിന് ദൈവം വിശ്വസ്തനാകിയാൽ, ഒരാൾക്കോ ബലഹീനത പറ്റിയാൽ വീണ്ടും അതിനെ യോജിപ്പിച്ച് നിർത്താൻ ദൈവം ആഗ്രഹിക്കും. അതുകൊണ്ട് ദർ ഇസ് നോ ഡിവോഴ്സ് അണ്ടർ ദ ബിബ്ലിക്കൽ ലോ. ദൈവത്തിന് ഇഷ്ടമല്ല. മോശയോട് പറയുന്നുണ്ട് ഒരു ഭാഗത്ത്, ആളുകൾ ചോദിക്കുമ്പം ദൈവം പറയുന്നു, ദൈവത്തോട് ചോദിക്കുന്നു, മോശ എന്തുകൊണ്ട് ഡിവോഴ്സ് അനുവദിച്ചു എന്ന്. അപ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് അന്ന് അനുവദിച്ചത്. ദൈവത്തിന് ഭാര്യ ഭർത്താക്കന്മാർ മാറിയിട്ട് പലരോട് ജീവിക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെയല്ല ദൈവം സൃഷ്ടിച്ചത്. ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ ആബ്സല്യൂട്ട് ട്രൂത്ത്. എന്തെങ്കിലും മാരേജ്, ഇറ്റ്സ് എ സ്പിരിറ്റ് റെലമിൽ the Holy Spirit does not become part of a relationship based on emotions. വികാരങ്ങളിൽ ഒന്നിച്ച് ചേരുന്നിടത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. ഇറ്റ്സ് എ വെരി ഫണ്ടമെൻ്റൽ ട്രൂത്തായിട്ട് വരുന്നത്. വികാരാടിസ്ഥാനത്തിൽ നമ്മളൊരു കാര്യത്തിൽ ഇടപെട്ടാൽ അവിടെ ഹോളി സ്പിരിറ്റ് ഇല്ല. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ കാര്യകാര്യസഹിതമായിട്ട്, വികാരത്തിനുപരിയായിട്ട് വചനാടിസ്ഥാനത്തിൽ വരുമ്പോൾ മാത്രമേ അവിടെ പരിശുദ്ധാത്മാവ് എൻ്റർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് പള്ളിയിൽ വെച്ച് വിവാഹം നടത്തുമ്പോൾ ഭാര്യയും ഭർത്താവും 2 സൈഡിലും ദൈവം നടുക്ക് നിൽക്കുന്ന പോലെയുള്ള ഉടമ്പടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് വികാരത്തിലല്ല, ദൈവത്തിൻ്റെ നിയമപ്രകാരമാണ് ചെയ്തത്. ദാറ്റ് ഈസ് ബൈൻഡിങ് ഓൾ ത്രൂ ഔട്ട്. പിന്നെ എന്താ ഡിവോഴ്സ് വരുന്നതെന്ന് ചോദിച്ചാൽ, ദ ട്രൂത്ത് ഈസ് Holy Spirit cannot align to our emotions. അതായത് നമുക്ക് വികാരം വന്ന് ദേഷ്യം വരിക, വികാരം വന്ന് ഭയം വരിക, വികാരം വന്നിട്ട് ആവശ്യമില്ലാത്ത സ്നേഹം ഉണ്ടാകുക, ലസ്റ്റ്ഫുൾ സ്പിരിറ്റ്, ഇതിനോടൊന്നും ഹോളി സ്പിരിറ്റ് അലൈൻ ചെയ്യുന്നില്ല. മിക്ക മാരേജസും മാറിപ്പോകുന്നതിൻ്റെ ഒരു റീസൺ ഒന്നുകിൽ യഥാർത്ഥ സ്നേഹം കിട്ടുന്നില്ല, പിന്നെ പണസംബന്ധമായ ബന്ധനം, പിന്നെ പലതരത്തിൽ രോഗങ്ങൾ, പിന്നെ സംശയരോഗം, ഇതൊക്കെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നടുക്ക് നിന്ന് ഈ കുടുംബജീവിതം ശരിയാക്കാത്തത് കൊണ്ടാണ് ഇത് നശിച്ചു പോകുന്നത്. ആ ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് പഠിപ്പിക്കാൻ വേണ്ടി മാരേജിന് മുൻപേ ഇവരെ വിളിച്ച് പഠിപ്പിക്കുന്ന ചില കോഴ്സുകളുണ്ട്. ഹൗ ഫാർ ദാറ്റ് ഈസ് സ്ട്രോങ് ഐ ഡോണ്ട് നോ, ബട്ട് ഡെഫിനറ്റ്ലി പഠിപ്പിക്കാതിരിക്കുന്നതിലും നല്ലതാണ്. ബിക്കോസ് അറിവ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പഠിക്കണം. ദൈവം പറയുന്നില്ല, അറിവില്ലായ്മയിലാണ് എൻ്റെ ജനം നശിച്ചു. അപ്പം സ്പിരിറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് എ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ദ കവനൻറ്റ്. ഉടമ്പടി അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു സ്പിരിറ്റ് റെലം നമ്മളോട് ചേരത്തുള്ളൂ. അത് പരിശുദ്ധാത്മാവും ആകാം, ദുരാത്മാവും ആകാം. അതിന് എക്സാമ്പിൾ, പരിശുദ്ധാത്മാവായിട്ട് നമ്മളൊരു കവനൻ്റ് എൻ്റർ ചെയ്ത ലൈഫിലോ നമ്മൾ യേശുവിനെ സ്വീകരിച്ചു എന്ന് രക്ഷിത, പിന്നെ നമുക്ക് യേശുവിൽ നിന്ന് മാറാനൊക്കത്തില്ല. ഈവൻ ദോ വി മേ കമ്മിറ്റ് സിൻ, ദൈവം അവയെ ക്ഷമിച്ചിട്ട് വീണ്ടും നമ്മളെ സൂക്ഷിച്ച് കർത്താവിൻ്റെ രക്ഷയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് പിശാചുക്കളെ സേവിക്കുന്നവർ, അവരുടെ അടുത്ത തലമുറകളെ പോലും പിശാചിന് കൊടുക്കാമെന്ന് ഉടമ്പടി എടുക്കുന്നത് കാണാം. അത് ചില ഈ ബോണ്ടേജസ് ബ്രേക്ക് ചെയ്യാനുള്ള പാട് വരുന്ന അവർ ലീഗലി ഈ ബൈൻഡിങ് നടത്തുന്നു. അങ്ങനെയുള്ള ലീഗൽ ബൈൻഡിങ് ഒന്നും നമുക്കൊന്നും ഇല്ലാത്തത്, നമുക്കില്ല, ഉണ്ടെങ്കിൽ തന്നെ നശിച്ചു പോട്ടെ. അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം നമ്മളുടെ ബൈൻഡിങ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധം ദൈവത്തോട് മാത്രമാണ്. ദാറ്റ്സ് കോൾഡ് എ ലീഗൽ ബൈൻഡിങ് കവനൻറ്റ്. മാരേജ് ഈസ് എ കവനൻറ്റ്.
അത് ഫീലിങ്സിലല്ല. ഫീലിങ്സ് ഡസ് നോട്ട് ക്വാളിഫൈ യു ഫോർ മാരേജ്. വികാര അടിസ്ഥാനത്തിൽ ഒരു വിവാഹം നടക്കുന്നില്ല. നെവർ മാരി ഓൺ ഫീലിങ്സ് ഓഫ് ലവ്. സ്നേഹമാകുന്ന വികാരമുള്ളത് കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നു എന്നും പറഞ്ഞ് ആരും കല്യാണം കഴിക്കല്ലേ, അത് ശരിയല്ല. മാരേജ് ഓൺ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആർ നോട്ട് ദ ബേസിസ് ഓഫ് മാരേജ്. അതായത് ഇമോഷനിലും വികാരങ്ങളിലും വിചാരങ്ങളിലും തിങ്കിങ്ങിലും മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു വിവാഹത്തിൽ എൻ്റർ ചെയ്താൽ അത് ആദ്യമേ തന്നെ ശരിയല്ലെന്ന് ദൈവാത്മ പറഞ്ഞു. ദ ലവ് ഗോഡ് ഡിമാൻഡ്സ് ഇൻ മാരേജ് ഈസ് റെസ്പോൺസിബിലിറ്റി. അതായത് വിവാഹ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചുമതലാബോധമാണ്. അവിടെ നിർത്താം. വിവാഹ ജീവിതത്തിൽ ഉത്തരവാദിത്വവും ചുമതലാബോധവുമാണ് ആദ്യം കടന്നു വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സ്നേഹത്തിന് ഉത്തരവാദിത്വം. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ നായകനാണ്, ഭർത്താവ്. ഞാൻ ഈ കുടുംബത്തിൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യയുടെ ഭർത്താവ്, എൻ്റെ കുടുംബത്തിൻ്റെ നായകൻ. ഭാര്യ പറയുന്നത് ഞാൻ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തി, എൻ്റെ മക്കൾക്ക് അമ്മയായിട്ട് നിൽക്കുന്നു. ദീസ് ആർ ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ്. ഇതില്ലാതെ വിവാഹം വിവാഹം നടത്തുന്നത് തെറ്റാണ്. ഇത് യങ്ങർ ജനറേഷൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. ബട്ട് സംബഡി ഹാസ് ടു സേ ദ ട്രൂത്ത് ഇൻ ദി റൈറ്റ് വേ. അതുകൊണ്ട് ഞാൻ ആ അധികാരം എടുത്ത് പറയുകയാണ്. ആൻഡ് വാട്ട് ഐ സേസ് ഫ്രം ദ ബൈബിൾ അത് നിലനിൽക്കുന്നതുമാണ്. ആകാശവും ഭൂമിയും വികാരവും വിചാരവും എല്ലാം അഴിഞ്ഞു പോകും, പക്ഷെ അഴിയാത്തതൊന്നുണ്ട്, ബേസ്ഡ് ഓൺ ദ കവനൻറ്റ്. ദൈവം നടുക്കുന്നതിന് വിവാഹം കഴിക്കുക, ദൈവം അത് അനുഗ്രഹമാക്കി തരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ലോർഡ്, യു സെഡ് മാരേജ് ഈസ് എ കവനൻറ്റ്. വിവാഹം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്. അത് ഭാര്യയും ഭർത്താവും രണ്ട് സൈഡിലും ദൈവം നടുക്ക് നിന്ന്, കർത്താവ് ബഫർ സോണായിട്ട് നിന്ന് മുപ്പിരി ചരട് അറ്റുപോകുകയില്ല. അത് മുറിക്കാൻ എളുപ്പമല്ല. നിന്നെ മാറ്റിക്കൊണ്ടുള്ളൊരു ജീവിതം നയിക്കാൻ ഞങ്ങളെയോ ഞങ്ങളുടെ തലമുറ ഇറ്റേണിറ്റി ഒരുത്തരെ കൊണ്ടുപോകാൻ നീ അനുവദിക്കല്ലേ. ഞങ്ങൾ ഈ പറയുന്ന വചനം തലമുറയിലേക്ക് കടന്നു ചെല്ലണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ഉത്തരവാദിത്വം, ചുമതലാബോധം. പുരുഷൻ ഭർത്താവ് എന്ന പദവിയിലും അപ്പൻ എന്ന പദവിയിലും, സ്ത്രീയെ ഭാര്യ എന്ന പദവിയിലും അമ്മ എന്ന പദവിയിലേക്കും കയറുവാൻ ആദ്യം പഠിക്കട്ടെ. അപ്പച്ച പുരുഷൻ ഏകനായിട്ട് നിൽക്കുന്നത് നന്നല്ലെന്ന് അവിടുന്ന് പറഞ്ഞെങ്കിൽ ദൈവം കൊടുത്ത തുണ എവിടെയാണെന്ന് വെച്ചാൽ അവരെ റിലീസ് ചെയ്യിപ്പിച്ച് പുരുഷൻ്റെ അടുക്ക കൊണ്ടുവന്ന് നിർത്തുന്നു. റിലീസ് ദം ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. റിലീസ് കർത്താവിൻ്റെ ഓർഡറാണ്. ഇരുമ്പോടാമുകളെ കണ്ണിച്ച് താമ്രവാതിൽ ഉടച്ചു മാറ്റുന്ന ദൈവം ശത്രുവിൻ്റെ ഓട്ടയെ തകർത്ത് കളഞ്ഞ് ദുഷ്ടൻ്റെ ആരവങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് തല തെറിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒന്നിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഒരു ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ഒന്നിച്ച് ദൈവം സ്ഥാപിച്ച ആ കുടുംബത്തിനകത്ത് സമാധാനമായിട്ട് ജീവിക്കട്ടെ. ഞങ്ങൾ പുറകിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, വേലി കെട്ടിക്കൊടുക്കുന്നു. അപ്പച്ച നിന്നെ വിട്ടിട്ട് എവിടെ പോകാൻ? അപ്പച്ചനൊരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധിക്കും. വെളിപ്പാടിൻ്റെ 3:7 പറയും, ദാവീദിൻ്റെ താക്കോലും സത്യവാനും നീതിമാനുമായ യഹോവ പറയുകയാണ്, ദൈവം പറയും, ഇതാ ഞാൻ നമ്മുടെ തലമുറകൾക്കൊരു വാതിൽ തുറന്ന് വെച്ചിരിക്കും, അതിനെ ആർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല. ആ വാതിലിൽ കൂടെ അവർ കയറിപ്പോകട്ടെ. ദൈവത്തെ അറിയുന്ന ഒരു കുടുംബമായിട്ട് ഞങ്ങളുടെ തലമുറകളെ ആക്കുന്നതിന് സ്തോത്രം. തലമുറകളിലേക്ക് ഈ സത്യവചനം ഇറങ്ങിച്ചെല്ലട്ടെ. അപ്പച്ച തലമുറകളുടെ ദൈവമെന്ന് നിന്നെ പിതാക്കന്മാരുടെ ദൈവം തലമുറകളുടെ ദൈവം എന്ന് വിളിക്കുന്നെങ്കിൽ ഞങ്ങളീ അയക്കുന്ന ഈ വചനം തലമുറകളിലേക്ക് കടന്നു ചെല്ലട്ടെ. അങ്ങനെ നീ അവരെ ഉറപ്പിച്ചിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഭാര്യ ഭർത്താക്കന്മാർ അവരപ്പനെ അമ്മയും മാറി ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കാൻ ദൈവം ഒരുക്കിയ ഭവനത്തിലേക്ക് കടന്നു വരട്ടെ. നിൻ്റെ ശാശ്വത ഭുജത്തിനകത്ത് നീ അവരെ പൊതിഞ്ഞാട്ടും. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. വേലി കെട്ടി ഉറപ്പിച്ചതിനാൽ സ്തോത്രം. കോഴി തൻ്റെ കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് പോലെ, കഴുകൻ തൻ്റെ കുഞ്ഞിനെ തൻ്റെ ചിറകിൻ മുകളിൽ കൊണ്ട് നടക്കുന്നത് പോലെ നീ അവരെ കൊണ്ട് നടക്കുന്നതിനാൽ തള്ളയാർത്താവെ ഈ പുരുഷന്മാരെ നിൻ്റെ വലതുഭാഗത്തും സ്ത്രീകളെ ഇടതുഭാഗത്തും നിർത്തിക്കൊണ്ട് മക്കളെ നിൻ്റെ നെഞ്ചോട് മാർവോട് ചേർത്ത് നീ നയിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.